മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 185 എപ്പിസോഡിൽ ക്രോട്ടാലസ് എന്ന അധ്യായത്തിൻ്റെ 4ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില രോഗാവസ്ഥകളിൽ, വളരെ മാരകമായ അവസ്ഥകളിൽ, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രസവാനന്തര പ്രശ്നങ്ങളിൽ, അർബുദബാധയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, വിഷബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒക്കെ വരുന്ന ക്രോട്ടാലസിൻ്റെ പ്രയോഗ സാധ്യതയെക്കുറിച്ച് കെന്റ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ സമാന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന മറ്റ് ചില ഔഷധങ്ങളെക്കുറിച്ചുള്ള സൂചനയും കെന്റ് തരുന്നുണ്ട്. ഇത്തരം ഔഷധങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് നേരിടാൻ സാധിക്കും എന്നാണ് കെന്റ് പറയുന്നത്. ക്രോട്ടാലസിനെ കുറിച്ചുള്ള നമ്മളുടെ ധാരണ പൂർണ്ണമാകുന്നതിന് വേണ്ടി നമുക്ക് ഈ അവസാന ഭാഗവും നമുക്ക് ശ്രദ്ധിക്കാം. The abdomen is greatly distended like the tympanic abdomen of typhoid and the low zymotic diseases. അപ്പോൾ വയറിങ്ങനെ ചെണ്ട പോലെ വീർത്തുകെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളും ടൈഫോയിഡും അതുപോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള മറ്റ് പകർച്ചവ്യാധികളുടെയും സാഹചര്യങ്ങളിൽ വയറിങ്ങനെ ചെണ്ട പോലെ വീർത്തുകെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ക്രോട്ടാലസിൻ്റെ പ്രയോഗം വരാം. അൾസറേഷൻ ഓഫ് ദ ബവൽസ്, ഹെമറേജ് ഫ്രം ദ ബവൽസ്, ബവൽസിൽ വ്രണങ്ങൾ, അവിടുന്ന് രക്തവാർച്ച, മച്ച് പെയിൻ ആൻഡ് സോർനെസ് ഇൻ ദ അബ്ഡമൻ വിത്ത് നംബ്നെസ്, അബ്ഡമനിൽ അടിവയറിൽ വേദനയും അല്ലാത്ത പ്രയാസങ്ങളും മരവിപ്പും ഒക്കെ ഉണ്ട്. ഫീലിംഗ് ഇൻ ഇറ്റ് ആസ് ഇഫ് ഇറ്റ് വെർ മെയ്ഡ് ഓഫ് വുഡ്, ഒരു മരം കൊണ്ടുണ്ടാക്കിയത് പോലെയാണെന്ന് തോന്നുന്ന അവസ്ഥ. മരം കൊണ്ടെന്ന് വെച്ചാൽ കല്ലിച്ചിരിക്കും, സ്പർശിച്ച അറിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. മരം കൊണ്ടുണ്ടാക്കിയ അടിവയർ, അങ്ങനത്തെ ഒരു സാഹചര്യം. ഇത് പൂവർ കോട്ടിയിരിക്കണം. സ്റ്റൂൾ ബ്ലാക്ക് തിൻ ലൈക്ക് കോഫി ഗ്രൗണ്ട്സ്, കറുത്ത നിറത്തിൽ വളരെ തിന്നായിട്ടുള്ളത്, കാപ്പിപ്പൊടിയുടെ കാപ്പിക്കുരു പൊടിച്ചാലെന്നോ മറ്റുള്ള തരത്തിലുള്ള സ്റ്റൂള്. ഡിസെൻട്രി ഓഫ് സെപ്റ്റിക് ഒറിജിൻ ഫ്രം ഫോൾ വാട്ടർ, ഫുഡ് എക്സെട്ര. അപ്പോൾ മോശമായ വെള്ളം, ആഹാരം എന്നിവ കൊണ്ടുണ്ടാകുന്ന വയറിളക്കം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറീസ് ആൻഡ് ഓഫ് ദ യൂട്രസ്, അണ്ടാശയങ്ങളിലും ഗർഭപാത്രത്തിലും ഇൻഫ്ലമേഷൻ. ലോ ഫോം ഓഫ് പ്യൂട്രിഡ് ഫീവർ, പ്യൂട്രിഡ് ഫീവർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈഫസ് എന്നൊക്കെ പറയുന്ന ഒരു എപ്പിഡമിക്കൽ കണ്ടീഷനാണ് ഈ പ്യൂട്രിഡ് ഫീവർ എന്ന് പഴയ പ്രയോഗത്തിൽ വരുന്നത്. അതിൻ്റെ ലോ ഫോം, വളരെ മോശമായൊരവസ്ഥ. ഹെമറേജസ്, രക്തവാർച്ചകൾ. ഈതർ ഡാർക്ക് ക്ലോട്ട്സ് ഓഫ് ബ്ലഡ് ദാറ്റ് ഹാസ് നോ ടെൻഡൻസി ടു കൊയാഗുലേറ്റ് ആൻഡ് കീപ്സ് ഓൺ ഫ്ലോയിങ്, ഒന്നുകിൽ ഇരുണ്ട രക്തക്കട്ടകൾ, അത് കട്ട പിടിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് ഗ്രേറ്റ് ട്രബിൾ അറ്റ് ദ ക്ലിമാക്ടറിക് പീരീഡ്സ്, മെനോപോസിൻ്റെ ഒരു അവസ്ഥയിൽ വലിയ പ്രയാസങ്ങൾ. ഹോട്ട് ഫ്ലാഷസ്, നേരത്തെ കണ്ടതാണ്, സാധാരണമായൊരു ചുട്ടുനീറ്റിൽ. ജോണ്ടീസ്, മഞ്ഞപ്പിത്തം. ഹെമറേജ് ഫ്രം ദ യൂട്രസ് ഓർ ഫ്രം അതർ പാർട്സ്, ഗർഭാശയത്തിൽ നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ രക്തവാർച്ച. ക്യാൻസർ ഓഫ് ദ യൂട്രസ് വിത്ത് മച്ച് ബ്ലീഡിങ്, ഗർഭപാത്രത്തിലെ അർബുദം, അതിനോടൊപ്പം വലിയ രക്തസ്രാവം ഉണ്ടാകുന്നൊരവസ്ഥ. ഗ്രേറ്റ് ഒഫൻസീവ്നെസ്, പേഷ്യൻ്റ് ബിക്കംസ് യെല്ലോ, ജോണ്ടീസ്ഡ്, ഗ്രേറ്റ് എക്സോഷൻ, മോട്ടൽ അപ്പിയറൻസ് ഓഫ് ദ സ്കിൻ, swelling of the face, of the leg, especially along the course of the veins. അപ്പോൾ രോഗി ആകെ വിളറി മഞ്ഞ നിറമാകുന്നു, ജോണ്ടീസിൻ്റെ കണ്ടീഷൻ മാതിരി. വല്ലാതെ ക്ഷീണിച്ച് തളരുന്നു, തൊലിയാകെ ഇങ്ങനെ പുള്ളിക്കുത്തുകൾ വീണ് നിറവ്യത്യാസം വന്നൊരവസ്ഥ, മുഖം വീർത്ത് കെട്ടുന്നു. ഇതൊക്കെ ഒരു മരണത്തിന് ലക്ഷണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. മുഖത്ത് നീർക്കെട്ട് വരുന്നു, കാലിൽ നീർക്കെട്ട് വരുന്നു, വെയിൻസിൻ്റെ സിരകളുടെ ആ ഒരു പോകുന്ന പാതകളിൽ അവിടെയാണ് സവിശേഷമായിട്ടും ഈ നീർക്കെട്ട് വരുന്നത്. ഫ്ലഗ്മേഷ്യ ആൽബ ഡോളൻസ്, ഇത് ഈ പറയുന്നൊരു മിൽക്ക് ലെഗ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ. പ്രസവത്തിന് ശേഷം മറ്റുമൊക്കെ വരുന്ന കാല്, അതെങ്കിൽ ലിംസും മറ്റുമൊക്കെ ഇങ്ങനെ
വെളുത്ത് നീര് വെച്ച് ഒരു വല്ലാത്തൊരവസ്ഥ. വേഴ്സ് ഫ്രം ദ സ്ലൈറ്റസ്റ്റ് ടച്ച്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ഒരു നേരിയ സ്പർശനം മതി, ആളുടെ അവസ്ഥ കൂടുതൽ മോശമാകും. വേഴ്സ് ഫ്രം ജാർ ഫ്രം മോഷൻ. ചെറിയ ചലനങ്ങൾ കൊണ്ടും നടക്കുന്നതുകൊണ്ടും ഒക്കെ പ്രയാസം വർദ്ധിക്കും. ദർ ഈസ് സം റീസൺ ടു തിങ്ക് ദാറ്റ് ദിസ് വിൽ ബി മോർ ഓർ ലെസ് എ ഹാർട്ട് റെമഡി ഫ്രം ദ ഗ്രേറ്റ് കാർഡിയാക് വീക്ക്നെസ് ഇറ്റ് പ്രൊഡ്യൂസസ്. ക്രോട്ടാലസ് കൊണ്ടുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന വല്ലാത്ത ക്ഷീണം പരിഗണിക്കുമ്പോൾ ഇതൊരു ഹൃദയ സംബന്ധമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഔഷധം കൂടിയാണെന്ന് ചിന്തിക്കാൻ വകയുണ്ട്. ബട്ട് ദ അതർ സ്നേക്ക് പോയിസൺസ് ലൈക്ക് നാജ, ലാക്കസിസ് ആൻഡ് എലാബ്സ് ഹാവ് ഹാഡ് മോർ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ദാൻ ദിസ് വൺ. എന്നിരുന്നാലും ഈ കാർഡിയാക് പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രയോഗം വരുന്നത് നാജയ്ക്കും ലാക്കസിസിനും എലാപ്സിസിനുമാണ്. ഇതെല്ലാം പാമ്പിൻ വിഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങളാണ്. ദിസ് വൺ സീംസ് ടു പ്രൊസ്ട്രേറ്റ് ദ ഹാർട്ട് ബട്ട് ഓൾസോ ടു പ്രൊസ്ട്രേറ്റ് ദ ഹോൾ ബോഡി. ക്രോട്ടാലസിൻ്റെ കാര്യത്തിൽ ഹൃദയത്തിനൊരു പ്രൊസ്ട്രേഷൻ ഉണ്ടാക്കുന്നു, പക്ഷേ ശരീരത്തിന് മൊത്തത്തിലൊരു പ്രൊസ്ട്രേഷൻ കൂടി ഉണ്ട്. അത് പരിഗണിക്കുമ്പോൾ ആ പ്രൊസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്രോട്ടാലസിൻ്റെ ജനറൽ സ്റ്റേറ്റാണ്. ഒരു അവയവത്തെ മാത്രം, ഹൃദയം എന്ന് പറയുന്ന അവയവത്തെ മാത്രം ബാധിക്കുന്നതല്ല, ശരീരത്തെ മൊത്തം ബാധിക്കുന്നതുകൊണ്ട് പ്രൊസ്ട്രേഷൻ ഇതിൽ ക്രോട്ടാലസിൽ ജനറൽ റെമഡി ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് കംപ്ലൈൻസ് ആർ മോർ ജനറൽ. മോട്ടൽ അപ്പിയറൻസ് ഓഫ് ദ ലിംസ്. കൈകാലിലൊക്കെ ഈ നിറം മാറി പുള്ളിക്കുത്തുകളൊക്കെ വരുന്നൊരവസ്ഥ. ഗാംഗ്രിനസ് അപ്പിയറൻസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്. എക്സ്ട്രീമിറ്റീസിലൊക്കെ ഒരു ഗാംഗ്രിനസ്, കോശങ്ങൾ നശിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം. ബോയിൽസ്, കാർബങ്കിൾസ് ആൻഡ് ഇറപ്ഷൻസ് ആർ സറൗണ്ടഡ് ബൈ എ പർപ്പിഷ് കണ്ടീഷൻ ഓഫ് ദ സ്കിൻ, എ മോട്ടിൽഡ് ബ്ലൂ സ്പോച്ച്ഡ് ഓർ മാർബിൾഡ് സ്റ്റേജ്. അപ്പോൾ തൊലിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ബോയിൽസ്, കാർബങ്കിൾസ്, ഇറപ്ഷൻസ് എല്ലാം ഇങ്ങനെ കുരുക്കൾ പോലെ വന്ന് പഴുത്ത് മാരകമായുള്ള അവസ്ഥകൾ. കാർബങ്കിൾസ് വളരെ മോശമായ ഒരു കണ്ടീഷനാണ്. ഇനി ഇതിനൊക്കെ ചുറ്റി ഒരു പർപ്പിഷ് കണ്ടീഷൻ, ഇതിൻ്റെ പൊതുവെ കാണുന്ന ഒരു പർപ്പിഷ് കണ്ടീഷൻ, ഒരു ചുവപ്പും നീലയും വയലറ്റൊക്കെ കലർന്നൊരു നിറവ്യത്യാസം തൊലിയിലുണ്ടാകുന്നു. മോട്ടിൽഡ് കണ്ടീഷൻ, കുത്തുകളമാതിരിയൊക്കെ ഉണ്ടാകുന്നു. നീല നിറവ്യത്യാസം. മാർബിൾഡ് സ്റ്റേജ് ഇതുപോലെ പല പല നിറങ്ങളിലുള്ള പഴയ മാർബിൾ കണ്ടല്ലേ ഒരു കണ്ടീഷൻ. ഇറ്റ് പ്രൊഡ്യൂസസ് ബോയിൽസ്, ആബ്സസ് ആൻഡ് എ കണ്ടീഷൻ സംവാട്ട് റിസംബ്ലിങ് എ കാർബങ്കിൾ. അപ്പോൾ കുരുക്കൾ, പൊള്ളി വീർത്ത പോലുള്ള അവസ്ഥകൾ, പഴുപ്പുകൾ, ഒരു കാർബങ്കിളിനോട് സമാനത തോന്നിക്കുന്ന, പഴുത്ത് വല്ലാതെ ഗുരുതരമായൊരവസ്ഥ, അങ്ങനത്തെ ഒരു കാർബങ്കിളിനോട് സാദൃശ്യം തോന്നിക്കുന്ന അവസ്ഥകൾ ക്രോട്ടാലസിലുണ്ട്. വിത്ത് ബേണിംഗ് ആൻഡ് വയലന്റ് പെയിൻസ്. ഒപ്പം പൊള്ളലും ഭയങ്കരമായ വേദനയുണ്ട്. ബട്ട് ദ പെക്യുലർ ഫീച്ചർ ഈസ് ദ ഡോവി സെന്റർ. ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ മാവ് കുഴച്ചതുപോലെ ഒരു ഷെയ്പ്പല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, മധ്യഭാഗം. അതാണ് അതിൻ്റെ ഒരു പെക്യുലർ കണ്ടീഷൻ. Around the boil or carbuncle for many inches there is edema with pitting upon pressure. അപ്പോൾ ഈ കാർബണിന് ചുറ്റും അല്ലെങ്കിൽ ബോയിലിന് ചുറ്റും നിരവധി ഇഞ്ചുകൾ ഒരു സാമാന്യം വലിയ രീതിയിൽ നീർക്കെട്ടിരിക്കുന്നു. അവിടെ അമർത്തിയാൽ ഇങ്ങനെ കുഴിഞ്ഞു പോകും. പിറ്റിംഗ് അപ്പോൺ പ്രഷർ. ദ ബോയിൽ ഓർ ആബ്സസ് ഓർ കാർബങ്കിൾ വിൽ ബ്ലീഡ് എ തിക്ക് ബ്ലാക്ക് ബ്ലഡ് ദാറ്റ് വിൽ നോട്ട് കൊയാഗുലേറ്റ്. അപ്പോൾ ബോയിലായാലും ആബ്സസ് ആയാലും കാർബങ്കിളായാലും അതിൽ നിന്ന് കറുത്ത നിറത്തിൽ കട്ടിയുള്ള രക്തം ഒലിക്കുന്നു. അത് കട്ടിയാകുന്നില്ല, കൊയാഗുലേറ്റ് ചെയ്യുന്നില്ല. കാർബങ്കിൾസ് ദാറ്റ് കം അപ്പോൺ ദ നെക്ക് ആൻഡ് അപ്പോൺ ദ ബാക്ക് ബിഗിൻ വിത്ത് എ പസ്റ്റ്യൂൾ ആൻഡ് ദെൻ സെവറൽ കമാൻഡ് ദേ ആർ സറൗണ്ട് ബൈ ലിറ്റിൽ പസ്റ്റ്യൂൾസ് ആൻഡ് പാപ്യൂൾസ് ആൻഡ് ദർ ഇസ് സ്പിറ്റിംഗ് അപ്പോൺ പ്രഷർ. ഈ കാർബങ്കിൾസ് കഴുത്തിൽ, മുതുകിൽ ഒക്കെ വന്നിട്ട് പിന്നീട് അതിന് ചുറ്റും നിരവധി എണ്ണം വന്നു. ഇതിനെല്ലാം ചുറ്റും ചെറിയ പഴുപ്പിൻ്റെ കുരുക്കൾ പോലെ വരുന്നു. ഇതെല്ലാം വന്നിട്ട് അവിടെ നീർക്കെട്ടിയിട്ട് അമർത്തിയാൽ അമരുന്ന ഒരവസ്ഥ, പിറ്റിംഗ് അപ്പോൺ പ്രഷർ വരുന്നു. ഫോർ ദീസ് കാർബങ്കിൾസ് യു വിൽ നീഡ് ടു സ്റ്റഡി പർട്ടിക്കുലർലി ആർസനിക്കം, ആന്ത്രാസിനം, ലാക്കസിസ്,
സീക്കെയിൽ ആൻഡ് ക്രോട്ടാലസ്. അപ്പോൾ ഇത്തരം കാർബങ്കിൾസിൻ്റെ അവസ്ഥയിൽ ക്രോട്ടാലസിനേക്കാൾ ഉപരിയായിട്ട്, ക്രോട്ടാലസ് നോർമൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ആർസനിക്കം, ആന്ത്രാസിനം, ലാക്സിസ്, സീക്കെയിൽ ഇത്രയും ഔഷധങ്ങൾ 4 ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ പ്രാധാന്യത്തോട് വരുന്നത് ഇത്തരം ഔഷധങ്ങളാണ്. ക്രോട്ടാലസിനുണ്ട്. ദേ ആർ ദ മെഡിസിൻസ് ദാറ്റ് ഹാവ് ഇൻ ദ നേച്ചർ മാലിഗ്നൻസി ആൻഡ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഈ ഔഷധങ്ങളിലെല്ലാം മാലിഗ്നൻ നേച്ചറുണ്ട്. ഈ കാർബങ്ങൾ എന്ന് പറയുന്നൊരു മാലിഗ്നൻറ്റ് കണ്ടീഷനാണത്. ഇൻ പ്യൂർപ്പറൽ ഫീവർ ദർ ഇസ് എ കണ്ടിന്യൂഡ് ഊസിംഗ് ഓഫ് ബ്ലാക്ക് ഒഫൻസീവ് ബ്ലഡ് ദാറ്റ് വിൽ നോട്ട് കൊയാഗുലേറ്റ്. ഇനി ഈ പ്രസവശേഷം ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പനി, ആ പനിയിലും ഒരു കറുത്ത നിറത്തിൽ ദുർഗന്ധമുള്ള രക്തവാർച്ച ഉണ്ടാകുന്നു. അതും കട്ട പിടിക്കുന്നില്ല, കൊയാഗുലേറ്റ് ചെയ്യുന്നില്ല. ബ്ലീഡിങ് ഫ്രം എവറി ഓറിഫീസ് ഓഫ് ദ ബോഡി ആസ് വെൽ ആസ് ഫ്രം ദ യൂട്രസ്. അപ്പോൾ യൂട്രസിൽ നിന്ന് മാത്രമല്ല, ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിൽ നിന്നും എല്ലാ രന്ധ്രങ്ങളിൽ നിന്നും ബ്ലീഡിങ് വരുന്നുണ്ട്. ഇമാജിൻ എ വുമൺ ഹു ഈസ് പ്രഗ്നന്റ് സഫറിങ് ഫ്രം ടൈഫോയിഡ് ഫീവർ. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ടൈഫോയിഡ് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നു. അത്രമാത്രം ദയനീയമായിരിക്കും ആ രോഗിണിയുടെ അവസ്ഥ. ഷീ അബോർട്സ് ആൻഡ് എ ലോ സൈമോട്ടിക് സ്റ്റേറ്റ് കം ഓൺ വിത്ത് ദ സിംറ്റംസ് ദാറ്റ് ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഗർഭം അലസിപ്പോകുന്നു. ഒരു മോശമായിട്ടുള്ള ഒരു സൈമോട്ടിക് കണ്ടീഷൻ കംസ് ഓൺ വിത്ത് സിംറ്റംസ് ദാറ്റ് ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇത്തരം ലക്ഷണങ്ങളോടുകൂടിയുള്ള ഒരു വളരെ മോശമായിട്ടുള്ള അവസ്ഥ വരുന്നു. ആൻഡ് വിത്ത് ഓൾ ദ അപ്പിയറൻസ് ആസ് ഇഫ് ഷീ വുഡ് ബ്ലീഡ് ടു ഡെത്ത് ആഫ്റ്റർ ദ അബോർഷൻ. അപ്പോൾ ഗർഭചിത്രം ഉണ്ടായിട്ട് തുടർന്നുണ്ടാകുന്ന രക്തവാർച്ച നിമിത്തം ആ സ്ത്രീ മരിച്ചുപോയേക്കും എന്ന് തോന്നിക്കുന്ന അത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ദ ബ്ലഡ് വിൽ നോട്ട് കൊയാഗുലേറ്റ്. കാരണം രക്തം കട്ടപിടിക്കുന്നില്ല. ക്രോട്ടാലസിൽ ഉടനീളം ആ ഒരു അവസ്ഥയുണ്ട്. ആൻഡ് ദ ഫ്ലോ കണ്ടിന്യൂസ്. കട്ടപിടിക്കാത്തതുകൊണ്ട് രക്തവാർച്ച തുറന്നു പോകുന്നു, രക്തനഷ്ടം സംഭവിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു. ഓർ എ വുമൺ ഡ്യൂറിങ് എ ടൈഫോയിഡ് ഫീവർ മെൻസ്ട്രേഷൻ കംസ് ഓൺ. ടൈഫോയിഡിൻ്റെ അവസ്ഥയിൽ മെൻസ്ട്രേഷൻ വരുന്നു, ആർത്തവം വരുന്നു. പക്ഷേ അത് യഥാർത്ഥ ആർത്തവമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ മെൻസ്ട്രൽ ഫ്ലോ. ദാറ്റ് ഈസ് ഇറ്റ് ഡാസ് നോട്ട് റിസംബിൾ ദ ഓർഡിനറി ഫ്ലോ. കാരണം അത് സാധാരണഗതിയിലുള്ള രക്തസ്രാവത്തിന് സമാനമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് കോപ്പിയസ്. അല്ലാതെ അമിതമാണ്, ഡാർക്കാണ്, ലിക്വിഡാണ്. അത് കട്ടിപിടിക്കാൻ യാതൊരു സാധ്യതയില്ല. രക്തത്തിൻ്റെ കട്ടി അവിടെ ഇല്ല. എ കണ്ടിന്യൂസ് യൂസിങ് വിത്ത് ഓൾ ദ ഗ്രേവ് സിംറ്റംസ് ഡിസ്ക്രൈബ്ഡ്. നേരത്തെ പറഞ്ഞ മാരകമായ എല്ലാ ലക്ഷണങ്ങളും വരുന്ന തരത്തിൽ രക്തത്തിൻ്റെ സ്വാഭാവിക കട്ടിയില്ലാതെ വളരെ ഫ്ലൂയിഡായിട്ട് ഒഴുകുകയാണ്. ആൻഡ് എസ്പെഷ്യലി ദ ഡിസോർഡർ കോൺട്രൻസ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആകെ ലഹരി പിടിച്ച് മത്ത് പിടിച്ച തരത്തിലുള്ള മുഖം, ദാറ്റ് കൊമാറ്റോ സ്റ്റേജ്, ഒരു ബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, ആ ഒരു മുഖഭാവം. ദ അപ്പിയറൻസ് ആസ് ഇഫ് ഷീ വർ ഇൻടോക്സിക്കേറ്റഡ്. ആ സ്ത്രീ ലഹരി പിടിച്ച ആണെന്ന് തോന്നിക്കുന്നൊരവസ്ഥ. ലൈങ് ആസ് വൺ ഡെഡ്. മരിച്ചതുപോലെ കിടക്കുന്നു, ലഹരി പിടിച്ച് മരിച്ച പോലെ കിടക്കുന്നു. പിന്നെ അറൗസ് എവറി മസിൽ ട്രംബിൾസ്. അവരെ നമ്മൾ ഉണർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ പേശികളും ഇങ്ങനെ വിറയ്ക്കും. ദ ടങ് ഈസ് പ്രൊട്രൂഡഡ്, ഇറ്റ് ട്രംബിൾസ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നാവ് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വിറയ്ക്കും. ആൻഡ് ദർ ഇസ് ഇനബിലിറ്റി ടു ആർട്ടിക്കുലേറ്റ്. കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു കഴിവുകേട്. ക്രോട്ടാലസ് മേ സേവ് ഹെയർ ലൈഫ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ സ്ത്രീയുടെ ജീവനെ ക്രോട്ടാലസ് രക്ഷിച്ചേക്കാം. Would it be possible to think of graver states of sickness than such as are produced by this Ophidia? Ophidia എന്നാണ് ഉദ്ദേശിക്കുന്നത് വിഷസർപ്പങ്ങൾ. ഈ വിഷസർപ്പങ്ങളുടെ ദംശനം കൊണ്ട് ഇതിനേക്കാൾ മോശമായ അവസ്ഥകൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? മനസ്സിലായോ? അപ്പോൾ വിഷബാധ കൊണ്ട് എന്തോരം പ്രശ്നങ്ങളാണ് പറഞ്ഞത്. നീർക്കെട്ട്, വിറയൽ, രക്തവാർച്ച, രക്തം നേർത്തു പോകുന്നു, രക്തം കട്ട പിടിക്കുന്നില്ല, കറുത്ത നിറത്തിലുള്ള രക്തം, ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളിൽ നിന്നും രക്തവാർച്ച, ലഹരി പിടിച്ച പോലുള്ള അവസ്ഥ, ആകെ മുഖമാകെ മത്ത് പിടിച്ച പോലെ, കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, ബോധക്ഷയം, കോമയിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ. ഇതിനേക്കാൾ മോശമായ ഒരു അവസ്ഥ പാമ്പ് കടിച്ച രോഗിയിൽ നിന്നും
നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? When a physician sees these symptoms coming on, he immediately thinks of a class of remedies that can cover such a stage. അപ്പോൾ ഒരു ഫിസിഷ്യൻ ഈ ലക്ഷണങ്ങൾ വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഔഷധങ്ങളുടെ ഗണം. അത് ഈ സർപ്പവിഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഔഷധങ്ങളാണ്. അത് കൂടാതെ മറ്റു ഔഷധങ്ങളും വരാം. അതേതൊക്കെയാണ്? അതൊക്കെ എൻ്റെ പറയുന്നുണ്ട്. റെമഡീസ് ലൈക്ക് ബാപ്റ്റീഷ്യ, ആഴ്സനിക്കം, സീക്കെയിൽ ആൻഡ് ഒഫീഡിയ. ഇത്തരം അവസ്ഥകളിൽ സർപ്പദംശനമേറ്റ് മരിക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ വരുന്ന അത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗി വരുമ്പോൾ ആ ഫിസിഷ്യൻ്റെ മനസ്സിലേക്ക് വരേണ്ട അല്ലെങ്കിൽ വരാവുന്ന ഔഷധങ്ങളുടെ പട്ടികയിൽ ഈ സർപ്പവിഷങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങൾ കൂടാതെ തന്നെ ബാപ്റ്റീഷ്യ, ആഴ്സനിക്കം, സീക്കേൽ, ഒഫീഡിയ ആൻഡ് സംടൈംസ് ആർണിക്ക, ഫോസ്ഫറസ് ആൻഡ് പൈറോജൻ. ചില സാഹചര്യങ്ങളിൽ ആർണിക്കയും ഫോസ്ഫറസും പൈറോജനും വരും. അപ്പോൾ ഇത്തരം ഔഷധങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു സർപ്പദംശനമായിട്ട് രോഗി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അവരെ സുഖപ്പെടുത്താൻ പറ്റും. പണ്ടൊക്കെ സർപ്പദംശനമായിട്ട് രോഗികളെ കിട്ടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആഴ്സനികത്തിലാണെന്ന് തോന്നുന്നു, ഒരു രോഗി രാത്രി സമയം സർപ്പദംശനമേറ്റ് വന്ന രോഗിയുടെ അവസ്ഥ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും വാഹനങ്ങളും ഒന്നുകിൽ സ്വന്തം വീട്ടിലെങ്കിൽ അടുത്ത വീട്ടിൽ വാഹനം ഉണ്ടാവും. ആ സാഹചര്യങ്ങളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുള്ളൂ. ഒരു ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് അതിനെ നേരിടാൻ സാധിക്കും. ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഇത്തരം ഔഷധങ്ങളിൽ ഉചിതമായത് കൊടുത്തിട്ട് അവർ ആശുപത്രിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, വളരെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രോഗിക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ രോഗി രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു. എന്ത് മരുന്നു വല്ല ചികിത്സയും നേരത്തെ ചെയ്തോ എന്നാണ് ചോദിച്ചത്. കൊടുത്തത് ആ ഹോമിയോപ്പതിയുടെ ഒരു ഡോസായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ധൈര്യപൂർവ്വം ഇത് നേരിടാൻ സാധിക്കും. The more chronic conditions, the individual manifests a terrible state as to his sleep. കുറച്ചുകൂടി ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഈ വ്യക്തി കുറേ കൂടി മോശമായിട്ടൊരു കണ്ടീഷൻ, അയാൾ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ലാക്ടസിനും മറ്റൊക്കെ, ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രോണിക് കണ്ടീഷനിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഈ റൈസസ് ഫ്രോം സ്ലീപ്പ് ആസ് ഇൻ എ ഫ്രൈറ്റ്, പെട്ടെന്ന് ഭയന്നിട്ടെന്നാല പോലെ, അല്ലാതെ ഭയപ്പാടോ പോലെയാണ് ഉറക്കത്തിൽ നിന്ന് ഉറങ്ങു വരുന്നത്. ഹാസ് ഹൊറിബിൾ ഡ്രീംസ് ഓഫ് മർഡർ, കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ. ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ചുള്ള സ്വപ്നം. ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഡെഡ് പീപ്പിൾ, മൃതശരീരങ്ങളും മരിച്ച മനുഷ്യരെയൊക്കെ സ്വപ്നം കാണുന്നു. ഓഫ് അസോസിയേറ്റിംഗ് വിത്ത് ദ ഡെഡ് ആൻഡ് വിത്ത് കോർപ്പസസ്, മരിച്ചവരുമായിട്ടും മൃതശരീരങ്ങളുമായിട്ടും നിങ്ങൾ ഇടപെടുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ. ഓഫ് ബീയിങ് ഇൻ എ ഗ്രേവ് യാർഡ്, ഒരു ശവക്കോട്ടയിൽ, ഒരു ചുടലപ്പറമ്പിലൊക്കെ ആയിരുന്നാലെന്ന പോലെയുള്ള സ്വപ്നങ്ങൾ. ഈവൻ ദ സ്മെൽ ഓഫ് കഡേവർ ഈസ് ഡ്രീംഡ് ഓഫ്, ഒരു മൃതശരീരത്തിൻ്റെ അഴുകിത്തുടങ്ങിയ മൃതശരീരത്തിൻ്റെ മണം പോലും സ്വപ്നത്തിൽ വരും. വൈൽ ഹീസ് എവേക്ക് ഹീസ് ടയേർഡ്, ഉണർന്നിരിക്കുമ്പോൾ ആളായ ക്ഷീണിതനാണ്. ഹീ സ്റ്റുപ്പിഡ്, ഹീ കനോട്ട് ആഡ് ഫിഗേഴ്സ്, ആകെ മാന്യത്തിലാണ്, അക്കങ്ങൾ പരസ്പരം കൂട്ടാൻ പറ്റുന്നില്ല. ഹി മേക്സ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ്, എഴുതുമ്പോൾ തെറ്റുകളുണ്ടാക്കും. ഹി ട്രാൻസ്പോസസ് സെൻറ്റൻസസ്, വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും, പറയേണ്ട സ്ഥാനത്തായിരിക്കും പറയുന്നത്. ആൻഡ് ഇൻ വേർഡ്സ് ഹി ട്രാൻസ്പോസസ് ലെറ്റേഴ്സ്, ഒരു വാക്കിൽ അക്ഷരങ്ങൾ അങ്ങോട്ടേക്കും മാറ്റി വെക്കും. ഹി ഈസ് അണേബിൾ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഓൺ അക്കൗണ്ട്സ്, സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല. ഫോർ ഹി കനോട്ട് ആഡ് അപ്പ് തിങ്സ്, സ്വന്തം ഇപ്പോൾ ബാങ്ക് ബാലൻസോ വരവ് ചെലവുകളോ ഒന്നും കൈകാര്യം പറ്റില്ല, കാരണം അക്കങ്ങൾ കൂട്ടാൻ, സംഖ്യകൾ കൂട്ടാൻ സാധിക്കുന്നില്ല. സ്ലീപ്പ് ഓൾട്ടർനേറ്റ് വിത്ത് ലോങ് ആൻഡ് ടീഡിയസ് പീരിയഡ്സ് ഓഫ് വേക്ക്ഫുൾനെസ്, ഉറക്കവും അതിനിടയിൽ സുദീർഘമായ ഉണർവും. ഉണർന്നിരിക്കുന്ന അവസ്ഥ വളരെ ടീഡിയസ് ആണ്, വളരെ പ്രയാസമാണ്. കാരണം ഉറക്കം കൊണ്ട് രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഉണർന്നിരിക്കുമ്പോഴുള്ള അവസ്ഥ
വളരെ പ്രയാസകരമായിരിക്കും. ഹീസ് ഡിസ്റ്റർബ് ബൈ എനി ചേഞ്ച് ടു വാം വെതർ. നേരത്തെ കണ്ടതാണ്, ചൂട് കാലാവസ്ഥയിലേക്കുള്ള ഏത് മാറ്റവും അയാൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി, സെൻസിറ്റീവ് ടു സ്പിയേഴ്സ്, ഈസി ഡിസ്റ്റർബ് ബൈ ഹിസ് സറൗണ്ടിങ്സ്. സെൻസിറ്റീവ് സ്പിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പരിസരങ്ങളുമായിട്ട് വളരെ സെൻസിറ്റീവാണ്, ചുറ്റുപാടുകളുമായിട്ട് വളരെ സെൻസിറ്റീവാണ്, വല്ലാതെ ഇറിറ്റബിൾ ആണ്. ആൻഡ് ഈസിലി റോട്ട് അപ്പ് ഇൻ ടു എ പിച്ച് ഓഫ് എക്സൈറ്റ്മെന്റ് ആർ ഓൾസോ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റെമഡി. പെട്ടെന്ന് വല്ലാതൊരു പിച്ച് ഓഫ് എക്സൈറ്റ്മെന്റ്, വല്ലാതെ ഉത്തേജിതാവസ്ഥയിലേക്ക്, ചെറിയ സ്പെൽസ് ആയിട്ടുള്ള ഉത്തേജിതാവസ്ഥയിലേക്ക് അയാൾ പെട്ടെന്ന് മാറുന്നു. അതും ഈ ഔഷധത്തിന്റെ സ്വഭാവമാണ്. ഫോളോയിങ് ദിസ് അപ്പ് ഹീസ് സസ്പീഷ്യസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഈസ് അണേബിൾ ടു റീസൺ അപ്പോൺ എ റാഷണൽ ബേസിസ്. അപ്പോൾ ഇതിനെ തുടർന്ന് അയാളുടെ കൂട്ടുകാരെക്കുറിച്ച് സംശയം, കൂട്ടുകാരെ സഹായിക്കാമെന്നാണോ ഉപദ്രവിക്കാമെന്നാണോ എന്നൊക്കെ സംശയം. ഒരു ഒരു യുക്തിയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താൻ അയാൾക്ക്, കാര്യകാരണ സഹിതം വിലയിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ല. ഈ ക്രേവ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി, അതിൻ്റെ ഈ ക്രോട്ടാലസിന്റെ മറ്റു ഉപയോഗത്തിലേക്കാണ് വരുന്നത്. ആൻഡ് ഈസ് അണേബിൾ ടു റെസിസ്റ്റ് ദിസ് ക്രേവിങ്. ലഹരി പദാർത്ഥങ്ങളോടുള്ള ഈ ക്രേവിനെ അയാൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. ഒരു ലഹരിയോടുള്ള അഡിക്ഷൻ്റെ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്, ലഹരിയോടുള്ള അടിമത്തം. അപ്പോൾ ആ ഒരു അവസ്ഥയിലും ക്രോട്ടാലസ് സിംറ്റംസ് അഗ്രി ചെയ്യുകയാണെങ്കിൽ ഉപകരിക്കും. ദിസ് വണ്ടർഫുൾ റിസംബ്ലൻസ് ടു ഓൾഡ് ഇനബ്രിയേറ്റ്സ് ഹാസ് ലെഡ് ടു ദ യൂസ് ഓഫ് ക്രോട്ടാലസ് ഇൻ ഡെലിറിയം ട്രമൻസ്. അപ്പോൾ ഇനബ്രിയേറ്റ്സ്, ഓൾഡ് ഇനബ്രിയേറ്റ്സ് എന്ന് വെച്ചാൽ ലഹരി പിടിച്ച് മദ്യപിച്ച് മതോന്മതരായി നടക്കുന്ന ആ ഒരു ക്രോണിക് കണ്ടീഷനുള്ളവർ, ആ ഒരു കണ്ടീഷൻ നമ്മൾ നയിക്കുന്നതിലേക്കാണ് ഡെലിറിയം ട്രമൻസ്, വിത്ഡ്രോവൽ സിംറ്റംസ്. മദ്യപാനം നിർത്തുന്നവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, വലിയ ബുദ്ധിമുട്ടാണത്. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ ആകെ വിറയൽ, ഇല്ലാത്ത പരവേശം, വെപ്രാളം ഒക്കെ ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനിൽ നിരവധി ഔഷധങ്ങളുണ്ട്, ക്രോട്ടാലസും ഉപകരിക്കും. ഈ കണ്ടീഷൻസ്, ക്രോട്ടാലസിൻ്റെ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. ഇറ്റ് ഹാസ് ദ ഡിസോർഡർ കോണ്ടൻസ്, ആകെ മത്ത് പിടിച്ച പോലത്തെ ഒരു മുഖഭാവം. ദ പർപ്പിൾ ആസ്പെക്ട് ഓഫ് ദ ഫേസ്, മുഖത്താകെ പർപ്പിളിഷ് ഡിസ്കളറേഷൻ. അപ്പോൾ നിരവധി ഔഷധങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ക്രോട്ടാലസിൻ്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. ഒരു പർപ്പിൾ കളർ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. ദ പെക്യുലർ കൈൻഡ് ഓഫ് ഹങ്ങർ ഇൻ ദ ഡ്രങ്കാർഡ്, മദ്യപാനികളുണ്ടാകുന്ന ഒരു പെക്യുലിയർ ആയിട്ടുള്ളൊരു വിശപ്പിൻ്റെ അവസ്ഥ. ദ ക്രേവിംഗ് ബൈ സ്പെൽസ് ഓഫ് സ്റ്റിമുലൻസ്, ഉത്തേജക വസ്തുക്കളോട്, ലഹരി വസ്തുക്കളോടുള്ളൊരു ക്രേവിങ് ബൈ സ്പെൽസ്, ഇടയ്ക്കിടെ അതിങ്ങനെ വരും. There is every reason to believe that in fat, robust, disordered drunkards, it may, if properly used, be a remedy deep enough to remove the appetite for strong drinks. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഫാറ്റി ആയിട്ടുള്ള, റോബസ്റ്റ് ആയിട്ടുള്ള, ഡിസോർട്ടഡ് ആയിട്ടുള്ള, വളരെ തടിച്ചു കൊഴുത്ത, വളരെ കരുത്തരായിട്ടുള്ള, ഇങ്ങനെ ലഹരി പിടിച്ച മത്ത് പിടിച്ച മുഖഭാവമുള്ള ആളുകളിൽ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ഈ ലഹരി വസ്തുക്കളോടുള്ള, മദ്യത്തോടും മറ്റുമുള്ള ആ ഒരു താല്പര്യത്തെ, ആ ഒരു ആസക്തിയെ മാറ്റാൻ തക്ക ഡെപ്ത് ഇതിനുണ്ട്. അത് തക്ക ഡെപ്തുള്ളൊരു ക്രോണിക് റെമഡി കൂടിയാണ് ക്രോട്ടാലസ് എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് പല ഔഷധങ്ങളിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ലഹരിയോടുള്ള താല്പര്യം മാറ്റാൻ നമുക്ക് ഹോമിയോപ്പതിയിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. ക്രോട്ടാലസും അവയിൽ ഉൾപ്പെട്ടതാണ്. ക്രോട്ടാലസ് എത്രത്തോളം വൈവിധ്യമാർന്ന രോഗാവസ്ഥകളിൽ, മാരകമായ രോഗാവസ്ഥകളിൽ പ്രയോഗമുള്ളൊരു ഔഷധമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വളരെ ഗുരുതരമായ മാരകമായ സാഹചര്യങ്ങളിൽ പ്രയോഗസാധ്യത ഉള്ളതാണ്. നല്ലവണ്ണം പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് വളരെ പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് ഈ ക്രോട്ടാലസിൻ്റെ പ്രയോഗം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് നാജ നമുക്ക് പരിഗണിക്കാം. ആ ഒരു പാമ്പിൻ വിഷമായിട്ട് ബന്ധപ്പെട്ട ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു ഔഷധമാണ് നാജ. അപ്പോൾ ഈ പരമ്പര ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഈ പരമ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെട്ട മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുക. ഹോമിയോപ്പതിയുടെ പ്രാക്ടീസിൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഈ പുസ്തകം കൂടുതൽ പേരിലേക്ക് എത്താനും പ്രചരിക്കാനും അതുവഴി ഹോമിയോപ്പതിയുടെ മഹത്വം വർദ്ധിക്കാനും
രോഗഗ്രസ്തമായ മാനവരാശിയുടെ സൗഖ്യം എന്ന് പറയുന്ന ഹോമിയോപ്പതി ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കാനും അതുവഴി സാധിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.